31 പേരുടെ മൃതദേഹ സംസ്കാര ചടങ്ങുകളാണ് പുരോഗമിക്കുന്നത്. സർവമത പ്രാർത്ഥനയോടുകൂടി അല്പം മുമ്പ് 3 മതസ്ഥരുടെയും പ്രാർത്ഥനകൾ അവിടെ ഊതിക്കേട്ടതാണ്, ഉച്ചത്തിൽ കേട്ടതാണ്. അതിനുശേഷം സർക്കാരിൻ്റെ ആദരാഞ്ജലി. അതിനുശേഷം അവരെ മണ്ണിലേക്ക് മടക്കുകയാണ്. ആ മൺമുകളിലാണ് അവരവരുടെ ജീവിതം പടുത്തുയർത്തിയത്, ജീവിച്ചത്. അവിടേക്കാണ് അവരതാ മടങ്ങുന്നത്. അതും പുത്തുമല, നേരത്തെ ദുരന്തം തീർത്തിരുന്ന പുത്തുമല ഇപ്പോൾ മറ്റൊരു ദുരന്തത്തിന് സാക്ഷി കൂടിയാകുന്നു. അതിനവളുടെ നെഞ്ചകത്തിൽ ഒരിടം നൽകുന്നു. ഒരുപക്ഷേ പുത്തുമല വലിയ അർത്ഥത്തിൽ മലയാളിയുടെ മനസ്സിൽ എപ്പോഴും അടയാളപ്പെടുത്തുന്ന മേഖല കൂടിയാണ്. നേരത്തെ ഭൂകമ്പം, ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പുത്തുമല എന്ന പേര് തന്നെ രൂപപ്പെട്ടത് പൂത്തമല എന്ന അർത്ഥത്തിലാണ്. കാരണം അത്രയേറെ പൂക്കളും സമൃദ്ധമായ ഹരിതാഭ ഭംഗിയാർന്ന പ്രദേശമായിരുന്നു. അവിടെയാണ് മണ്ണ് മൂടി ഒരു കൂട്ടം മനുഷ്യർ മരിച്ചടങ്ങിയത്. ഇപ്പോഴിതാ മറ്റൊരിടത്ത് മനുഷ്യർ, കേരളത്തിൻ്റെ സഹോദരങ്ങൾ, അവർക്ക് പുത്തുമല തന്നെ അവളുടെ നെഞ്ചകം നൽകിയിരിക്കുകയാണ്. 31 മൃതദേഹങ്ങൾ ഇതാ ശവസംസ്കാര ചടങ്ങുകൾ തത്സമയം. 158 മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടി ആ മണ്ണിലേക്ക് മടങ്ങുകയാണ്. മരണം വഴി പിരിഞ്ഞുപോയ സഹോദരങ്ങൾക്ക് ആദരമർപ്പിച്ച് വയനാട് മാത്രമല്ല കേരളം ഒന്നാകെ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശാരീരികമായി എത്താൻ കഴിയാത്തവർ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും സഹായഹസ്തമായി വയനാട്ടിലേക്ക് ഒഴുകുകയാണ്. മുണ്ടക്കയും ചൂരൽമലയും ഒക്കെ, അട്ടമലയും ഒക്കെ തീർത്ത ദുരിതത്തിൽ, പുഞ്ചിരിമറ്റവും ഒക്കെ തീർത്ത ദുരിതത്തിൽ അവരുടെ ഹൃദയം കൊണ്ട് കേരളം മറുപടി നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളൊഴികെ ബാക്കിയൊക്കെ അവർക്കായി ഒരുമിച്ച് നിൽക്കുകയാണ്. 3 മതസ്ഥരുടെയും പ്രാർത്ഥനകളോടുകൂടി. കാരണം തിരിച്ചറിയാനാകുന്നില്ല ആരെയും, തിരിച്ചറിയാനാകാത്തവരെയാണ്, തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ. ഇപ്പോഴുള്ളത് 31 പേരാണ് ഇന്ന് സംസ്കാരമുള്ളത്. 14 പേരുടെ ശവസംസ്കാരം ഇപ്പോൾ ഇനി അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവരെ ഒന്നും തിരിച്ചറിയാനാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർവമത പ്രാർത്ഥനയോടുകൂടി എല്ലാ ആദരവും നൽകി ആ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകൾക്ക് വിധേയമാക്കുന്നത്. 158 മൃതദേഹാവശിഷ്ടങ്ങളും ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിൻ്റെ അതേ ചടങ്ങിൽ, അതേ ആദരവിൽ തന്നെയാണ് അവിടേക്ക് അടക്കം ചെയ്യുന്നത്. കാരണം ഓരോ മൃതദേഹാവശിഷ്ടവും അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ ഭാഗവും ഒരു വ്യക്തിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു വ്യക്തിയായി കണ്ടുകൊണ്ട് തന്നെയാണ് അതിനുള്ള ആദരവ് നൽകുന്നത്. ജില്ലാ ഭരണകൂടം പ്രത്യേകം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. മുമ്പുള്ള കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ കൂടി മൃതദേഹത്തിന് നൽകുന്ന അതേ ആദരവിൽ സംസ്കരിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്നവരാണ്, ജീവിതം സ്വമേധയാ ഉപേക്ഷിച്ചവരല്ല, ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്നവരാണ്. ജീവിക്കാനായി മലയും പ്രകൃതിയുമായി മണ്ണിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരാണ് അവർ. കൃഷിയും ജീവിതവും ജോലിയും പഠനവും ഒക്കെയായി ഓടിക്കളിച്ചും രസിച്ചും നിരന്നിരുന്ന സ്ഥലമാണ്. അവിടെയാണ് ഒരു കൂട്ടം മണ്ണ് വന്ന് മൂടി അവരുടെ ജീവിതമാകെ ഒരു നിമിഷം കൊണ്ട് പൊലിപ്പിച്ചു കളഞ്ഞു. ഒരു അർദ്ധരാത്രിയിൽ എവിടുന്നോ ഉണ്ടായ ഭീകരമായ ശബ്ദത്തോടു കൂടി എത്തിയ മണ്ണും മലയും മഴയും വെള്ളവുമൊക്കെ അവരുടെ ജീവിതത്തെ മൂടുകയായിരുന്നു. അങ്ങനെ കേരളം തന്നെ ഞെട്ടിത്തരിച്ചു പോയ, കേരളത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ എന്ന അർത്ഥത്തിലെ ദുരന്തം എന്ന് തന്നെയാണ് മുണ്ടക്കൈ ദുരന്തത്തെ നാം അടയാളപ്പെടുത്തുന്നത്. ഇപ്പോൾ അവിടെ നിന്നും സച്ചിൻ കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. സച്ചിൻ, ഇപ്പോൾ ഈ 31 മൃതദേഹങ്ങളിൽ എത്ര പേരുടേതാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ സംസ്കരിക്കുക? 14 പേരുടെ മൃതദേഹം ഇനിയുണ്ട് സംസ്കരിക്കാനെന്ന് അവിടെ പറയുന്നത് കേട്ടു. ആദ്യഘട്ടമായി 16 മൃതദേഹങ്ങളാണ് ഈ പുത്തുമലയിൽ എത്തിച്ചിട്ടുള്ളത്. അവരുടെ സർവമത പ്രാർത്ഥന, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ആദരവ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ മൃതദേഹം ഇപ്പോൾ സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കഴിഞ്ഞു. രണ്ടാമത്തെ മൃതദേഹവും ഇപ്പോൾ സംസ്കരിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞിരിക്കുകയാണ്. ഈ കൃത്യമായ രീതിയിൽ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ആണ് ഈ സംസ്കാര ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരും മുൻ മന്ത്രി VS സുനിൽകുമാർ, MLA മാരായ IC ബാലകൃഷ്ണൻ, T സിദ്ദിഖ് അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ആദരവ് അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുന്നത്.
മൂന്നാമത്തെ മൃതദേഹവും ഇവിടുന്ന് സംസ്കരിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 16 മൃതദേഹങ്ങളാണ് ആദ്യഘട്ടമായി ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അതായത് 31 പൂർണ്ണ മൃതദേഹങ്ങളും 158 ശരീരഭാഗങ്ങളുമാണ് ഇന്ന് സംസ്കരിക്കാൻ പോകുന്നത്. അതിൽ പൂർണ്ണ മൃതദേഹങ്ങളായ 16 എണ്ണം ആദ്യവും അടുത്ത 15 എണ്ണം അടുത്ത രണ്ടാം ഘട്ടത്തിലും എത്തിക്കുമെന്നാണ് മന്ത്രി കെ രാജൻ കൈരളി ന്യൂസിനോട് പറഞ്ഞത്. കൃത്യമായ രീതിയിൽ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ടാണ് ഈ സംസ്കാര പ്രവർത്തനം നടക്കുന്നത്. മാത്രമല്ല ഭാവിയിൽ ഒരു ആക്ഷേപമോ മറ്റ് പരാതികളോ ഉണ്ടാകാതിരിക്കാൻ DNA പരിശോധനാ ഫലം അടക്കം ഈ മൃതദേഹത്തോടൊപ്പം കുഴിയിൽ വെക്കുകയും അതുപോലെ തന്നെ കുഴിക്ക് മുകളിൽ ഒരു പോസ്റ്റ് സ്ഥാപിച്ച് ആ പോസ്റ്റിൽ ഈ DNA പരിശോധന ഫലത്തിൻ്റെ കോഡ് അടക്കം സ്ഥാപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ കൃത്യമായ എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഏകോപിച്ചുകൊണ്ട് ക്രമീകരിച്ചുകൊണ്ടാണ് ഈ സംസ്കാര ചടങ്ങ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ജില്ലയിലെത്തിയ സർവകക്ഷി യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ ചേർന്ന് കൃത്യമായ ഏകോപനം നടത്തിക്കൊണ്ടാണ് ഇവിടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഈ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ്റെ 64 സെൻറ്റ് ഭൂമിയിലാണ് നിലവിൽ സംസ്കാരം നടക്കുന്നത്. ഇതിൽ കൂടുതൽ സ്ഥലം ആവശ്യമുള്ളതിനാൽ അതിൻ്റെ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കെ രാജൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇനിയും തിരിച്ചറിയാൻ പറ്റാത്ത നിരവധി മൃതദേഹങ്ങൾ ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതടക്കം വരും ദിവസങ്ങളിൽ സംസ്കരിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ കൂടുതൽ സ്ഥലം ആവശ്യമായി വരും. അതിൻ്റെ ഒരു റവന്യൂ പരമായ പേപ്പറുകളുടെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് 4 മണിയോടുകൂടെ ആദ്യത്തെ 16 എണ്ണം ആംബുലൻസിൽ ഇവിടെ എത്തിക്കുകയും അതിനുശേഷം 3 മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതൃത്വത്തിൽ സർവ്വമത പ്രാർത്ഥന നടത്തി. ഈ സർവ്വമത പ്രാർത്ഥനയിൽ മന്ത്രിമാരും അതുപോലെ തന്നെ MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരടക്കം പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാനുള്ള അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അടുത്ത 15 അതിനുശേഷം അതും ഇതേപോലെ സർവ്വമത പ്രാർത്ഥനയും അതുപോലെ തന്നെ സർക്കാരിന്റെ ആദരവടക്കം നൽകിക്കൊണ്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഏറ്റവും അവസാനമാണ് ശരീരഭാഗങ്ങൾ. 158ഓളം ശരീരഭാഗങ്ങളാണ് സംസ്കരിക്കാനുള്ളത്. അത് ഈ വ്യത്യസ്ത DNA ടെസ്റ്റിൽ വ്യത്യസ്തമാണെന്ന് കണ്ടെത്തിയ ഭാഗങ്ങളാണ് ഇപ്പോൾ സംസ്കരിക്കുന്നത്. ഇത് ശരീരഭാഗങ്ങളാണെങ്കിൽ പോലും ഇത് കൃത്യമായ മൃതദേഹങ്ങൾ തന്നെ എന്നൊരു കണക്കുകൂട്ടൽ തന്നെയാണ് സംസ്കാരം നടത്തുക. കാരണം വ്യത്യസ്തമായ കുഴികളിൽ ഇതിൻ്റെ DNA പരിശോധന ഫലം അടക്കം ആ കുഴികളിൽ വെച്ചുകൊണ്ട് ആ നമ്പർ അടക്കം ആ കുഴികൾക്ക് മുകളിൽ സ്ഥാപിക്കുന്ന പോസ്റ്റിൽ എഴുതി വെക്കുന്നുണ്ട്. ഭാവിയിൽ പരാതികളോ വല്ല പ്രശ്നങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഇത്തരം കൃത്യമായ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ സംസ്കാര ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ദുരന്തവുമായി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ ഒരു തീർച്ചയായും സച്ചിൻ, അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ നാം കാണുന്നത്. ഒരു പക്ഷേ ഇവരുടെയൊക്കെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഘനീഭവിച്ച ദുഃഖം ആ അർത്ഥത്തിൽ അടയാളപ്പെടുത്തേണ്ടതാണ്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നത് ആ ഭരണകൂടം നൽകുന്ന ഏറ്റവും വലിയ ആദരവ്, സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ആദരവ്, അതിൻ്റെ ജാഗ്രത, DNA-യുടെ കോഡ് ഓരോ വ്യക്തികളെയും, കാരണം സ്വാഭാവികമായും തിരിച്ചറിയാനാകാത്തവരെയാണ് ഇപ്പോൾ ഇങ്ങനെ സംസ്കരിക്കുന്നത്. എല്ലാ ആദരവും നൽകി സാധാരണഗതിയിലുള്ളതുപോലെ തന്നെ എല്ലാ മതസ്ഥരുടെയും പങ്കാളിത്തം ഉറപ്പാക്കി, എല്ലാ മതസ്ഥരുടെയും പ്രാർത്ഥനകൾ ഉറപ്പാക്കി തന്നെയാണ് സർക്കാരിൻ്റെ ആദരവും ഒക്കെ തന്നെ നൽകിയാണ് അവരെ സംസ്കരിക്കുന്നത്. അങ്ങനെ സംസ്കരിക്കുമ്പോൾ ഇവരുടെ DNA-യുടെ കോഡ് ശാസ്ത്രീയമായി അടയാളപ്പെടുത്തിയത് ആ കുഴിമാടത്തിനുള്ളിലും പുറത്തും ഒരുപക്ഷെ അവിടെ പ്രദർശിപ്പിക്കുമെന്നുള്ളതാണ്. കാരണം എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരെ തിരിച്ചറിയുന്നൊരു സാഹചര്യം എത്തിയാൽ അവരുടെ DNA പരിശോധിച്ച് ഇത് ഇന്നയാളുടെ ബന്ധുവാണ് എന്നറിയാൻ, അങ്ങനെ എല്ലാവിധ ആദരവും ആ DNA അടക്കം പ്രദർശിപ്പിക്കുന്നതിലേക്ക്, അത് കൂടി ഉൾപ്പെടുത്തുന്നതിലേക്ക് സർക്കാർ കാണിച്ച ജാഗ്രതയ്ക്ക് ഈ ഘട്ടത്തിൽ, ഈ വിഷമത്തിൻ്റെ ഘട്ടത്തിലും നമുക്ക് സർക്കാരിനോട് നന്ദി പറയേണ്ട സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത്രയേറെ ജാഗ്രതായ രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തിച്ചതിന് 31 പേരുടെ മൃതദേഹങ്ങളാണ്
ഇപ്പോൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 16 പേരുടേതാണ്. അതായത് ഇപ്പോൾ നാം കാണുന്നത് 16 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതാണ്. ഇനി ബാക്കിയുള്ളവരെ 31 ബാക്കിയുള്ളവരെ ഇനി അടുത്ത ഘട്ടമായി എത്തും. അതും ഇപ്പോൾ തന്നെ എത്തും. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ആശുപത്രിയിൽ പൂർത്തിയാക്കി അല്ലേ സച്ചിൻ? തീർച്ചയായും നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഈ വാഹനങ്ങൾ കടന്നു വരാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതിനാൽ തന്നെ ഘട്ടം ഘട്ടമായി കൃത്യമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ ഉപസമിതി യോഗമടക്കം ചേർന്നുകൊണ്ടാണ് ഈ സംസ്കാര പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി നിയന്ത്രിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കാരണം വാഹന ഗതാഗതം ആംബുലൻസുകൾ വഴിയിൽ കുടുങ്ങിപ്പോകാതിരിക്കാനുള്ള ക്രമീകരണം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ആദ്യം 16 മൃതദേഹങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ പിന്നീട് 15 എത്തിക്കാനുമുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആദ്യത്തെ 16 മൃതദേഹങ്ങളുടെ സംസ്കാര ചടങ്ങുകളാണ് ആരംഭിച്ചത്. ഇതിൽ അടുത്ത ഘട്ടത്തിൽ പൂർണ്ണമായ 15 ഇവിടെ എത്തിക്കും. അതിനുശേഷമാണ് ഭാഗികമായ ശരീര ഭാഗങ്ങൾ ഇവിടെ എത്തി സംസ്കാരം നടത്തുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ DNA പരിശോധനാ ഫലത്തിൻ്റെ കൃത്യമായ രേഖകളടക്കം ഈ മൃതദേഹത്തോടൊപ്പം സംസ്കരിച്ച കുഴിമാടത്തിൽ വെക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു പോസ്റ്റിനകത്ത് കൃത്യമായി ഈ രേഖകളെല്ലാം ഈ കോഡ്, അതായത് DNA പരിശോധനാ ഫലത്തിൻ്റെയും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിൻ്റെയും അടക്കം കോഡ് അതിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതും കൃത്യമായ രീതിയിൽ ഈ കുഴിമാടത്തിൽ വെക്കുന്നുണ്ട്. ഭാവിയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ആക്ഷേപങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കൃത്യമായ നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയത്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇവിടെ മന്ത്രിമാരായ MP രാജേഷ്, K രാജൻ, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ എത്തി പൂർണ്ണമായ രീതിയിൽ ആദരവ് അർപ്പിച്ചിരുന്നു. പിന്നെ അതുകൂടാതെ ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, അതുപോലെ തന്നെ MLA മാരായ T സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ തുടങ്ങിയ MLA മാരും സർക്കാരിൻ്റെ ആദരവ് അർപ്പിച്ചു. പൂർണ്ണമായ ആദരവോടുകൂടി തന്നെയാണ് എല്ലാ മൃതദേഹങ്ങളും സംസ്കരിക്കുക എന്ന് മന്ത്രി K രാജൻ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ കൃത്യമായ ഇത് പാലിച്ചുകൊണ്ട് തന്നെയാണ്, ഇവിടെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ സംസ്കാര പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സർവ്വമത പ്രാർത്ഥനയാണ് നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത്. കാരണം ഈ മരണപ്പെട്ടവർ ജാതിയുടെയോ